ഇനി നമുക്ക് നല്ലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. ഇത് പായസ പച്ചരിയാണ് കേട്ടോ, ശ്രീലങ്കൻ റൈസാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ, ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടും പായസത്തിനും. നല്ല അടിപൊളി റൈസാണ് ശ്രീലങ്കൻ റൈസ്. അതേപോലെ ഏത്തപ്പഴം ഇതേപോലെ പഴുത്ത് വരുമ്പോൾ ആരും കഴിക്കില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫ്രീസറിൽ എടുത്ത് വെക്കും. അപ്പോൾ ഇതേപോലെ ആവശ്യം വരും. അപ്പോൾ ഒരു നുള്ളുപ്പും കുറച്ച് ഏലക്കയും പിന്നെ കുതിർത്തരിയും അതേപോലെ ശർക്കര പാനിയും കൂടി ശർക്കര പാനിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ദേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം, 2-3 മണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ദേ കുറച്ച് മാറ്റി വെച്ചപ്പോൾ തന്നെ ദേ നന്നായിട്ട് വന്നിട്ട് എന്താ പറയുക, നല്ല കട്ടിയിൽ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്കത് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിൽ നമ്മൾ അങ്ങോട്ട് ഉണ്ണിയപ്പം ഇട്ട് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ക്രിസ്പിയാണ്, അതേപോലെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. വേറെ ഒന്നും ചേർക്കണ്ട, സോഡാപ്പൊടിയോ പിന്നെ അതേപോലെ അവിലോ അങ്ങനെ ഒന്നും ചേർക്കണ്ട. ആകെ ഈ 3 ഇൻഗ്രീഡിയൻസ് മതി, ശർക്കരയും അരിയും അതേപോലെ തന്നെ ഏത്തപ്പഴവും മാത്രം ചേർത്തിട്ടാണ് കേട്ടോ. വേണമെങ്കിൽ തേങ്ങാക്കൊത്തോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ, ഞാൻ ഏലക്ക മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ചായയും നല്ല ഉണ്ണിയപ്പവും കൂടി കൂടുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.